ലോകത്തിലെ ഏറ്റവും ക്രൂരരായ കൊലപാതകികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷേ ഒരു സാധാരണ മനുഷ്യന്റെ മുഖം മൂടി അണിഞ്ഞ് വർഷങ്ങളോളം പോലീസിനെ പോലും കബളിപ്പിച്ച് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വെച്ച് ഭീതി വിതച്ച ഒരാളുണ്ടായിരുന്നു. ഇയാളെ കാണുമ്പോൾ ആർക്കും തോന്നിയിരുന്നില്ല ഇയാൾ ഒരു കൊലപാതകിയാണെന്ന്. സൗമ്യമായ പെരുമാറ്റം, ശാന്തമായ സംസാരം, ജോലിസ്ഥലത്ത് മാന്യൻ. എന്നാൽ രാത്രിയുടെ മറവിൽ ഇയാൾ അഴിച്ചുവിട്ടത് ഭീകരതയുടെ മറ്റൊരു ലോകമായിരുന്നു. 17 യുവാക്കളുടെ ജീവൻ ക്രൂരമായി കവർന്നെടുത്ത നരഭോജി എന്ന് ലോകം വിളിച്ച ജെഫ്രി ഡാമർ. എന്തിനാണ് ഇയാൾ ഇരകളെ വേട്ടയാടിയത്? പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഇത്രയും കാലം ഇയാൾ എങ്ങനെയാണ് ഈ കൊടുംപാതകങ്ങൾ തുടർന്നു പോകുന്നത്? വെറുമൊരു കൊലപാതകത്തിനപ്പുറം മനുഷ്യ മനസ്സിന്റെ ഇരുളടഞ്ഞ കോണുകളിൽ ഇയാൾ എന്ത് തിരയുകയായിരുന്നു? ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കേവലം ഒരു കൊലപാതകിയുടെ കഥയല്ല, മനുഷ്യന്റെ വികൃതമായ മാനസികാവസ്ഥയുടെയും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാത്ത അപ്പുറത്തെ ലോകത്തിന്റെയും കഥയാണ്. കണ്ണുകൾ അടയ്ക്കാൻ തോന്നുന്ന, എന്നാൽ കാണാതെ പോകാൻ കഴിയാത്ത ജെഫ്രി ഡാമറിന്റെ ആ ഭയാനകമായ യാത്രയിലേക്ക് നമുക്ക് കടക്കാം. 1960 മെയ് 21 അമേരിക്കയിലെ മിൽവാക്കിയിൽ ജനിച്ച ജെഫ്രി ലയണൽ ഡാമർ ഒരു സാധാരണ കുട്ടിയായിട്ടാണ് വളർന്നത്. എന്നാൽ അയാളുടെ കണ്ണുകളിൽ എവിടെയോ ഒരു നിശബ്ദത ഉണ്ടായിരുന്നു. പുറമേ കാണുന്ന ആ ശാന്തതയ്ക്ക് പിന്നിൽ മനുഷ്യരാശിക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ഭയാനകമായ ചില മാറ്റങ്ങൾ അയാളുടെ ഉള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ജെഫ്രിക്ക് ഒരു വിചിത്രമായ ശീലമുണ്ടായിരുന്നു. കാട്ടിൽ ചത്തുകിടക്കുന്ന മൃഗങ്ങളെ കണ്ടെത്തി അവയുടെ അഴുകിയ ശരീരം മാറ്റി അസ്ഥികൾ മാത്രം ശേഖരിക്കുക. ഒരുപക്ഷെ മരണം അവനെ അത്രയധികം ആകർഷിച്ചിരുന്നിരിക്കാം. എന്തുകൊണ്ട് മരണം ഇത്ര ആകർഷകമാകുന്നു എന്നതായിരുന്നു അവൻ്റെ ഉള്ളിലെ ആദ്യത്തെ ചോദ്യം. സാധാരണ കുട്ടികൾ കളിക്കോപ്പുകളുമായി കളിക്കുമ്പോൾ ജെഫ്രി ഒരു കീടനാശിനി ലായനിയിൽ ചത്ത മൃഗങ്ങളെ ഇട്ട് അത് അഴുകുന്നത് നോക്കി നിന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകളും വേർപിരിയലും അവനെ കൂടുതൽ ഒറ്റപ്പെടുത്തി. ഒരുപക്ഷെ ആ ഏകാന്തതയാണ് അവനെ ഒരു സൈക്കോപാത്താക്കി മാറ്റിയതിൻ്റെ പ്രധാന കാരണം. കൗമാരത്തിലേക്ക് കടന്നതോടെ അവൻ മദ്യത്തിന് അടിമയായി. മദ്യം കുടിക്കുമ്പോൾ അവന് തോന്നിയത് ഒരുതരം പവറാണ്. ആളുകളെ തൻ്റെ കയ്യിൽ നിർത്താനുള്ള, അവരെ നിയന്ത്രിക്കാനുള്ള ഒരു അമിത ആഗ്രഹം. സഹപാഠികൾക്ക് അവനൊരു വിചിത്രമായ വ്യക്തിയായിരുന്നു. എന്നാൽ ആർക്കും തോന്നിയിരുന്നില്ല ഈ സൗമ്യനായ വിദ്യാർത്ഥി നാളെ ലോകം കാണാത്ത ക്രൂരതകൾ ചെയ്യാൻ പോകുകയാണെന്ന്. ഡാമറിന്റെ രീതി വളരെ ലളിതവും എന്നാൽ ഭയാനകവുമായിരുന്നു. ബാറുകളിലോ ബസ് സ്റ്റോപ്പുകളിലോ വെച്ച് ഇരകളെ പരിചയപ്പെടും. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് അവരെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കും. നല്ല ഭക്ഷണം നൽകാം, പണം നൽകാമെന്ന് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിക്കും. ഇരകൾ അത് വിശ്വസിച്ചു. പക്ഷേ ആ ഫ്ലാറ്റിന്റെ വാതിൽ അടയുന്നതോടെ അവരെത്തിച്ചേരുന്നത് മരണത്തിന്റെ വാതിൽക്കരിലേക്കായിരുന്നു. മയക്കുമരുന്ന് കലർത്തിയ പാനീയങ്ങൾ നൽകി അവരെ മയക്കും. ആ നിമിഷം മുതൽ അവർ ഡാമറിന്റെ കളിപ്പാവകളായി മാറുകയായിരുന്നു. വെറും കൊലപാതകം കൊണ്ടായിരുന്നില്ല അവൻ തൃപ്തനായിരുന്നത്. ഒരു സൈക്കോപാത്തിന്റെ വികൃതമായ മനസ്സ് അവിടുന്ന് അപ്പുറത്തേക്ക് നീങ്ങി. ശരീരഭാഗങ്ങൾ വിച്ഛേദിക്കുക, അവയിൽ ചിലത് രാസവസ്തുക്കൾ ഉപയോഗിച്ച് സൂക്ഷിക്കുക, ചിലത് പാകം ചെയ്ത് കഴിക്കുക. സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ആ ക്രൂരതകൾ അവൻ ചെയ്തത് പൂർണ്ണ ബോധത്തോടെയായിരുന്നു. അവൻ്റെ ഫ്രിഡ്ജിലും അലമാരകളിലും മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ ശേഖരിക്കപ്പെട്ടിരുന്നു. 1978 ആരംഭിച്ച ഡാമറിന്റെ വേട്ടയാടൽ 1991 അവസാനിക്കുമ്പോൾ 17 യുവാക്കളുടെ ജീവൻ അവൻ കവർന്നിരുന്നു. അവൻ തിരഞ്ഞെടുത്തത് വളരെ പ്രത്യേകതയുള്ള ഇരകളെയായിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, തെരുവിൽ ഒറ്റയ്ക്ക് അലയുന്നവർ, ആരും അന്വേഷിക്കാൻ വരാത്തവർ. ഇതാണ് അവനെ ഇത്രയും കാലം പിടിക്കപ്പെടാതെ നിലനിർത്തിയത്. 1991 ജൂലൈ 22 ഡാമറിന്റെ കരിയറിലെ അവസാനത്തെ അധ്യായം. അന്ന് രാത്രി ട്രേസി എഡ്വേർഡ്സ് എന്ന യുവാവിനെ ഡാമർ തൻ്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു. മദ്യവും പണവും വാഗ്ദാനം ചെയ്ത് അയാളെ മയക്കാൻ ശ്രമിച്ചെങ്കിലും ആ യുവാവിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പന്തികേട് തോന്നി. അവൻ്റെ കണ്ണുകളിൽ കണ്ട ഭീകരത, ഡാമറിൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി. ട്രേസിക്ക് മനസ്സിലായി താൻ എത്തിയിരിക്കുന്നത് മരണത്തിൻ്റെ താഴ്വരയിലേക്കാണെന്ന്. അത്ഭുതകരമായി ആ യുവാവ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അർദ്ധരാത്രിയിൽ
കയ്യിൽ വിലങ്ങുമായി റോഡിലൂടെ ഓടി അവനെ കണ്ട് പോലീസ് അമ്പരന്നു. എന്നെ അവൻ കൊല്ലാൻ ശ്രമിച്ചു എന്ന അവന്റെ നിലവിളി ഡാമറിന്റെ സാമ്രാജ്യത്തിന്റെ അന്ത്യമായിരുന്നു. പോലീസ് സംഘം ഡാമറിന്റെ ഫ്ളാറ്റിലേക്ക് പാഞ്ഞെത്തി. അവർ അവിടെ കണ്ട കാഴ്ചകൾ മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ രഹസ്യങ്ങളിലൊന്നായിരുന്നു. ആ ഫ്ളാറ്റിന്റെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച പോലീസുകാരെ പോലും ഛർദ്ദിക്കാൻ പ്രേരിപ്പിച്ചു. ഫ്രിഡ്ജിനുള്ളിൽ മനുഷ്യന്റെ തലയോട്ടികൾ, അലമാരയിൽ മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ. താൻ നടത്തിയ കൊലപാതകങ്ങളുടെ ഫോട്ടോകൾ അവൻ ഭംഗിയായി ആൽബത്തിൽ സൂക്ഷിച്ചിരുന്നു. ഡാമർ ഒരു പ്രതിരോധവും കൂടാതെ പോലീസിന് മുന്നിൽ കീഴടങ്ങി. അപ്പോഴും ആ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. അവന്റെ ഫ്ളാറ്റിൽ നടന്നത് കൊലപാതകങ്ങൾ മാത്രമായിരുന്നില്ല, അതൊരു വികൃതമായ പരീക്ഷണശാലയായിരുന്നു. ഇരകളുടെ കൈകളും കാലുകളും ശരീരഭാഗങ്ങളും അവൻ വേർപ്പെടുത്തിയത് ഒരു കലാകാരൻ ശില്പം കൊത്തുമ്പോൾ കാണിക്കുന്ന ശ്രദ്ധയോടെയായിരുന്നു. വേദന കൊണ്ട് പുളയുന്ന ഇരകളുടെ ദൃശ്യങ്ങൾ പോലും അവൻ പലതവണ ആസ്വദിച്ചു. ചിലപ്പോൾ മരുന്നുകൾ നൽകി അവരെ അർദ്ധബോധാവസ്ഥയിൽ നിർത്തി അവരുടെ ശരീരം ഓരോ ഭാഗമായി വേർപ്പെടുത്തുമ്പോൾ അവൻ അനുഭവിക്കുന്ന ആ വിചിത്രമായ സംതൃപ്തി. അവസാനം കോടതി വിചാരണയിൽ താൻ ചെയ്തതെല്ലാം അവൻ തുറന്നു പറഞ്ഞു. 16 ആജീവനാന്ത തടവാണ് അവന് ലഭിച്ചത്. എന്നാൽ ജയിലിൽ വെച്ച് 3 വർഷത്തിനു ശേഷം മറ്റൊരു തടവുകാരൻ്റെ അടിയേറ്റ് ആ ക്രൂരനായ മനുഷ്യൻ മരിച്ചു വീണു. അവൻ കൊന്നൊടുക്കിയ 17 മനുഷ്യരാശിക്ക് ആശ്വാസമായിരുന്നു. ജയിലിൽ വെച്ച് ഡാമർ മരിച്ചെങ്കിലും അവിടെ അവസാനിക്കുന്നില്ല. പലപ്പോഴും ആ ഫ്ളാറ്റിന് സമീപം താമസിക്കുന്നവർ ഇന്നും രാത്രികളിൽ ഒരുതരം അസ്വാഭാവികമായ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്ന് പറയാറുണ്ട്. ചിലർ പറയുന്നത് ഡാമറിൻ്റെ ആത്മാവ് ഇപ്പോഴും താൻ ചെയ്ത ക്രൂരതകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാതെ അവിടെ അലഞ്ഞു തിരിയുന്നുണ്ടെന്നാണ്. മനുഷ്യരാശിയുടെ സമാധാനത്തിന് ആ മരണം ഒരു ആശ്വാസമായിരുന്നെങ്കിലും ഇത്തരം സൈക്കോപാത്തുകൾ മരിക്കുന്നില്ല. അവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളിൽ എവിടെയോ ഒളിഞ്ചിരിപ്പുണ്ട്. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കെന്തു തോന്നുന്നു? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നിഗൂഢതയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.